നാളെ എന്തോരം എന്താണ് തിരക്കമ്മേ? ഞാൻ അവിടുന്ന് പോകും ആഹാ എന്ന് പറയുന്നുണ്ട്. എവിടുന്ന് ബൈജു? അതല്ലേ പറഞ്ഞത്, പാട്ടിനി ഞാൻ പറയില്ല എന്ന് പറയുന്നുണ്ട്. അയ്യോ പിണങ്ങിയോ നന്ദ? ഞാൻ എച്ചിയാണെന്ന് നീ കേട്ടില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അമ്മേ എന്ന് പറയുന്നുണ്ട്. എന്നപ്പാ? അല്ല കൊച്ചു ചെല്ല, അമ്മ എന്ന് തിരക്കിലായിരിക്കും. അമ്മ എന്താ എന്നെ കാണുമ്പോൾ അമ്മ ചിരിക്കുന്നേ എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ കരയാൻ പറ്റുമോ? പ്രിയ പോകും അല്ല അമ്മയെ പൊക്കും എന്നാ എന്ന് പറയുന്നുണ്ട്. ആണോ? ഇത് എന്നാ സംഭവം? നാളെയാണോ? 2-ാം തീയതി ആണോ? അത് 12-ാം തീയതി? 12-ാം തീയതി എന്ന് പറഞ്ഞ പോലെയാണല്ലോ എനിക്ക് തോന്നുന്നത്. അയ്യോ 12-ാം തീയതി എൻ്റെ കല്യാണ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്, ജൂലൈ 12. അപ്പം തൻ്റേതല്ലാത്ത കാരണത്താൽ കല്യാണം കഴിക്കേണ്ടി വന്ന ഒരു വെഡ്ഡിങ് ആനിവേഴ്സറി എന്ന് പറഞ്ഞ് നമുക്ക് അങ്ങോട്ട് ഇട്ടാലോ? എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ആർക്കെങ്കിലും സൂപ്പർ ചാറ്റ് ചെയ്യാൻ തോന്നിയാലോ? ഓർക്കണം. പിന്നെ അയ്യോ എച്ചി അല്ല എച്ചി പ്രിയക്കുട്ട എന്ന് പറയുന്നുണ്ട്. പിന്നെ നാളെ എൻ്റെ ബർത്ത്ഡേ എന്ന് പറയുന്നുണ്ട്. നാളെയാണോ കൊച്ചിൻ്റെ ബർത്ത്ഡേ? തീർച്ചയായിട്ടും അമ്മ വരും, വന്ന് തലയെങ്കിലും ഒന്ന് കാണിച്ചിരിക്കും, ഒരു ലൈക്കെങ്കിലും തന്നിരിക്കും അമ്മ. മോള് സമാധാനമായിട്ടിരിക്കും. അപ്പം അമ്മ പൊക്കോട്ടെ ഇനി മക്കളെ, 7:30 അല്ല 3:30 പൊക്കോട്ടെ. ജയൻമോനെ ഓഫാക്കുന്നില്ല, അമ്മ പോവുകയാണേ. പ്രിയക്കുട്ടി പോവാട്ടോ. എല്ലാവരോടും ടാറ്റ ബൈ ബൈ. ഓക്കെ കുഞ്ഞി പോവുകയാണേ. പ്രിയക്കുട്ടി, ജയൻമോൻ, കുഞ്ഞി, ബൈജു ചേലൂര്, പിന്നെ ആരാണ് വേറെ ആരെവിടെയുള്ളേ? ബൈജു 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 സായി, കുഞ്ഞി, എല്ലാവരോടും ഞാൻ പോവുകയാണ്. പിന്നെ അവിടെ നോക്കി നിൽക്കുന്ന ആർക്കെങ്കിലും ഒരു ലൈക്ക് ഇടാൻ തോന്നുന്നുണ്ടെങ്കിൽ ആ 30 ഒരു 31 തരും. അപ്പോൾ പൊക്കോട്ടെ. കമൻറ്റ് വേണം, കമൻറ്റ്. അമ്മ കമൻറ്റ് മുക്കി കണ്ടോ? കമൻറ്റ് മുക്കി എന്ന് പറഞ്ഞു. ഇല്ല പറയും. കണ്ടോ? എന്നെ ആർക്കും വേണ്ട, അമ്മ ആണത്രേ അമ്മ. ഞാനും ഉണ്ടോ? ഇത് എന്നെ ഇത് ചോദിക്കാൻ ഞാൻ പോണു. നാളെ ആണ് ബിന്ദു എന്ന് പറയുന്നുണ്ട്. ഈശ്വര, പേര് വിളിച്ചിട്ട് പോണോടി കൊച്ചേ. ഞാൻ പോകുക പറയുന്നുണ്ട്. അതായത് നാളെ, അതായത് ജൂലൈ 2 എന്ന് പറയുന്നുണ്ട്. പ്രിയ അപ്പോൾ ഇത്രയും മെസ്സേജ് ഇവിടെ വന്നു. അയ്യോ എച്ചിയല്ല ചേച്ചി, പ്രിയ നാളെ എൻ്റെ ബർത്ത്ഡേ എന്ന് പറയുന്നുണ്ട്. ഓക്കെ മോനെ, അമ്മ വന്ന് ലൈക്ക് തരുന്നതായിരിക്കും. പ്രിയ മണികണ്ഠൻ ദേഷ്യപ്പെടുന്നുണ്ട്. നാളെ അതായത് ജൂലൈ 2 പറഞ്ഞിട്ട് ബൈജു ഞാൻ പോവുക പറയുന്നുണ്ട്. പ്രിയ കണ്ടോ? എന്നെ ആർക്കും വേണ്ട. ഈശ്വരൻ്റെ പേര് വിളിച്ചിട്ട് പോണ നോക്കുന്നുണ്ടോ? പ്രിയ ദേഷ്യപ്പെടുന്നുണ്ട്. ഇല്ലടി മിഴിയഴകും മൊഴിയഴകും അമ്മ തന്നില്ലേ, ഇനി എന്തിന്, വേറെ എന്ത് വേണം? ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി അമ്മേ. എൻ്റെ മോനെ. അതെ, അമ്മ പോവുകയാണോ ചോദിക്കണം. പോവുക മോനെ. പ്രിയ കണ്ടോ? കമൻറ്റ് മുക്കി പറഞ്ഞില്ല. അപ്പം അമ്മയ്ക്ക് ടാറ്റ, ബാക്കി എല്ലാവർക്കും ബൈ എന്ന് പറയുന്നുണ്ട്. പ്രിയ ഞാൻ പോയി പറയുന്നുണ്ട്. പിന്നെ എപ്പോഴും ലൈവ് അമ്മയ്ക്ക് ലിങ്ക് ഇടണം കേട്ടോ, ഓടാൻ വരാതിരിക്കാനായിട്ട്. അമ്മയ്ക്ക് എന്നാണെങ്കിലും ആ സമയത്ത് ഒന്ന് ലിങ്ക് ഇട്ട് തന്നേക്കണം കേട്ടോ. മോദി ബൈ എന്ന് പറയുന്നുണ്ട്. അയ്യോ പിള്ളേ പോവല്ലേ പ്രിയ, ഇങ്ങോട്ട് നോക്ക് എന്ന് പറയുന്നുണ്ട്. ഹാപ്പി ബർത്ത്ഡേ പ്രിയച്ചി, ഞാൻ കാണില്ല, സദ്യവട്ടത്ത് ഇവിടെയും കാണും. അപ്പോൾ ബൈ പറയുന്നുണ്ട്. പ്രിയ നാണം ഉണ്ടോ എന്ന് ചോദിക്കണ്ടാണോ? പ്രിയ അമ്മയാണത്രേ എന്ന് പറയുന്നുണ്ട്. പ്രിയ മോനെ അമ്മ വരും. തവിട് കൊടുത്ത് മേടിച്ചതാണെങ്കിൽ അമ്മ തീർച്ചയായിട്ടും വന്നിരിക്കും. ഹാപ്പി ബർത്ത്ഡേ അമ്മയുടെ കുഞ്ഞു. അമ്മ ഓടി വന്നേക്കാം കേട്ടോ. നമ്മുടെ ചക്കരക്കുട്ടിയുടെ ബർത്ത്ഡേക്ക് വന്നില്ല, പിന്നെ അമ്മ ആരുടെ ബർത്ത്ഡേക്കാണ് പോണേ? ഓടി വരും, ചാടി വരും. വേണ്ട, ഞാൻ ഡിവോഴ്സ് എല്ലാത്തിനും. അയ്യോ അങ്ങനെ പറയില്ലേ. നാളെ എന്നാൽ ടുഗദർ ഇടുക, അമ്മ വരാം കൊച്ചിൻ്റെ ലൈവിൽ. എപ്പോഴാണെന്ന് വെച്ചാൽ ഈ അമ്മയുടെ സമയത്തിന് ടുഗദർ ഇടണം, 2 മണിക്കിടും. പ്രിയ ജയേട്ടനെ കൂട്ടി വന്നേക്കരുത് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറയല്ലേ എന്ന് പറയുന്നുണ്ട്. ഓ ഓ ഓ ഓ ഇല്ല, അത് ഞാൻ അങ്ങനെയടാ, നീ ഈ ഇടയ്ക്ക് കയറി പറയല്ലേ. പ്രിയച്ചി അപ്പോൾ സദ്യ ഇല്ലേ ചോദിക്കണ്ട. അപ്പം അമ്മ പോവുകയാണേ, ടാറ്റ ഞാൻ വരുമെന്ന് പറയുന്നുണ്ട്. പ്രിയ പാടി കടത്തിലാണോ? നാട്ടുകാരുടെ സമ്മർദ്ദത്തിനാലും തൻ്റേതല്ലാത്ത കാരണത്താലും വിവാഹം കഴിക്കേണ്ടുവെന്ന് എൻ്റെ വിവാഹ വാർഷിക ജൂലൈ 12 നിങ്ങളെല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അതുതന്നെ നന്ദ ബിരിയാണി കഴിക്കും ഞാൻ എന്ന് പറഞ്ഞിട്ട് പ്രിയ പറഞ്ഞിട്ട് ഞാൻ ഇല്ലാതെ നീ ബർത്ത്ഡേ ആഘോഷിക്കുന്ന എനിക്കൊന്ന് കാണണം പ്രിയ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ടാറ്റ.